ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാനല്ല പിന്നെ കൊടുക്കാനായിട്ട് നോക്കണ്ട, കിട്ടും. നമസ്കാരം, ഞാനിപ്പം ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റ് വഴിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരുപാട് കസ്റ്റമേഴ്സ് വിളിച്ചു ചോദിക്കുന്നതാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ട്രിവാൻഡ്രത്തിൻ്റെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള ലൊക്കേഷൻസ് ഏതാണ്, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ ഏകദേശം ഒരു 2, 3, 4 വർഷത്തിനകത്ത് നല്ലൊരു റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലേസ് ഏതാണെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഏകദേശം ഒന്ന് ആലോചിച്ചപ്പോൾ ബേസിക്കലി എനിക്ക് തോന്നിയൊരു ഐഡിയ മാത്രമാണ്. എനിക്ക് തോന്നിയത് സിറ്റിയുടെ പ്രൈം ലൊക്കേഷനുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ നഷ്ടമാണ്. കാരണം ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു ബൂമിംഗ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിലയ്ക്കാണ് കവടിയാറ്, വെള്ളയമ്പലം, ശാസ്താമംഗലം, അതുപോലെ തന്നെ പട്ടം, കേശവാസുപുരം, ഉള്ളൂർ, പിന്നെ സ്റ്റാച്യു, സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ, തമ്പാനൂർ, അങ്ങനെ ഈ സ്പോട്ട് ബേസ് ചെയ്ത് അല്ലെങ്കിൽ പാറ്റൂർ അങ്ങനെയൊക്കെയുള്ളൊരു മെയിൻ ജംഗ്ഷൻ, ശ്രീവരാഗം, നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം ബേസ് ചെയ്തൊക്കെ അത്യാവശ്യം നല്ല വിലയ്ക്കാണ് പ്രോപ്പർട്ടികൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. കാരണം അത്യാവശ്യം നല്ല മൂവിങ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ 5, 10 സെൻറ്റൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 2, 3 ദിവസത്തിനകത്ത് സെയിലായി പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർക്ക് അത് എത്രത്തോളം വെർത്താണെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് കൊമേഴ്ഷ്യൽ രീതിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനെന്നുള്ളവർക്കാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ മേടിച്ച് നമുക്ക് നല്ല ബിൽഡിംഗ് കെട്ടുകയോ ബിൽഡിംഗ് ഉള്ള പ്രോപ്പർട്ടികൾ എടുക്കാനൊക്കെ എന്തുകൊണ്ടും ഒരു അസറ്റ് മണിയായിട്ട് മാറുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനി പ്രോപ്പർട്ടി മേടിച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ചിന്തിക്കുന്നവർക്ക്, അതായത് കുറച്ച് റിട്ടേൺ കിട്ടാൻ 2, 3 ലക്ഷം രൂപയൊക്കെ മാറി വിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനായിട്ട് നോക്കുന്നവർക്കാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കുടപ്പനക്കുന്ന്, അതുപോലെ തന്നെ പേരൂർക്കട, വഴയിലേക്ക് ഇപ്പുറത്തെ ഭാഗം, വട്ടിയൂർക്കാവ്, അതുപോലെ തന്നെ കഴക്കൂട്ടം ബേസ് ചെയ്തിട്ടുള്ള ഏരിയകൾ, മേനംകുളമൊക്കെ ഇപ്പോൾ ഒരുപാടൊക്കെ വില മാറിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല പ്രോപ്പർട്ടീസുകൾ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മൂവ് ചെയ്ത് പോകാൻ ചാൻസസ് ഉള്ളൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ഏരിയ കൂടിയാണ്. പിന്നെ ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രൈസ് റേഞ്ചിൽ, ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കുന്നത് ഇപ്പോൾ കപ്പൽ ഇപ്പോൾ എല്ലാവരുടെയും ഫ്ലോട്ടിൽ കൂടെ പോകുന്നു എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. വിഴിഞ്ഞുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ ഡെവലപ്മെൻറ്റ്സൊക്കെ നമുക്ക് വരും വർഷങ്ങളിൽ തീർച്ചയായും ഉണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റേതായ ഒരു ബൂമിങ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് എന്തായാലും ട്രിവാൻഡ്രം കേന്ദ്രീകരിച്ച് വരുന്നുണ്ട്, അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്കൊരു പരിധി വരെ പറയാൻ പറ്റും. എന്നാലും നമുക്ക് അവിടെയൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ പ്ലോട്ട് എടുത്ത് ഇടുക എന്നുള്ളതാകുമ്പോൾ നല്ല പ്ലോട്ട് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നമ്മൾ തമ്പാൻ്റെ ബസ് സ്റ്റാൻഡിൽ കൂടെ ചേർന്ന് മേടിച്ചിട്ട് 2 വീലർ കയറുന്ന വഴിയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാളെ സമയത്ത് വിൽക്കാൻ പറ്റിയില്ല, അയ്യോ നമുക്ക് നഷ്ടമായി പോയെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ മേടിക്കുന്ന പ്ലോട്ടിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് ഈ പറയുന്ന രീതികളിൽ, അപ്പോൾ ബേസിക്കായിട്ടൊന്ന് സ്പീഡപ്പായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പേരൂർക്കട, വട്ടിയൂർക്കാവ്, വൈലിക്കട, പിന്നെ നാലാഞ്ചിറ, മണ്ണന്തലയൊക്കെ നല്ല മൂവിങ് ഉള്ള സ്ഥലമാണ്. ശ്രീകാര്യം ബേസ് ചെയ്ത് നല്ല രീതിയിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, ഏരിയയാണ്. അതുപോലെ നമുക്ക് ഈ കുടപ്പനക്കൊന്ന് കളക്ടറേറ്റ് ബേസ് ചെയ്തൊക്കെ നല്ലൊരു ഏരിയയാണ്. അതുപോലെ തന്നെ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങോട്ടൊക്കെ ആ ഏരിയയിലോട്ടൊക്കെ നമുക്ക് ഏകദേശം ഈ കോസ്റ്റൽ ഏരിയ വിട്ടിട്ട് കുറച്ച് അല്പം മാറിയിട്ട് നല്ല പ്രോപ്പർട്ടികൾ മേടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷനായിട്ടുള്ളൊരു എന്താ പറയുക, നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലോസായി പോയെന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മെയിനായിട്ട് പറയുന്നു, പ്ലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് പ്ലോട്ടിൻ്റെ ക്വാളിറ്റി ബേസ് ചെയ്താണ്. നല്ല റോഡ് ആക്സസ് ആയിരിക്കണം, അതുപോലെ തന്നെ നല്ല കരഭൂമി ആയിരിക്കണം, ഫ്ലഡ് കയറാത്ത സ്ഥലമായിരിക്കണം, നല്ല സ്ക്വയർ ആയിരിക്കണം. അത്തരത്തിലല്ലാതെ നമ്മൾ ഏതെങ്കിലും 2 വീലർ കയറുന്നതിലൊക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാനല്ല പിന്നെ കൊടുക്കാനായിട്ട് നോക്കണ്ട, കിട്ടൂല. അതാണ് സത്യസന്ധമായ കാര്യം. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയും ഇപ്പോൾ 2 വീലർ കയറുന്ന വഴിയായാലും നമുക്ക് ഇത്ര ലക്ഷം രൂപ, അതൊക്കെ ചുമ്മയാണ്. കാരണം വർഷങ്ങളായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടി ഇപ്പോഴും കിടക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും പാവങ്ങൾ വന്ന് നമുക്ക് എന്ത് പറയാം, താമസിക്കാനായിട്ട് 2 വീലർ കയറേണ്ടത് അവർക്കൊരു ട്രിവാൻഡ്രത്തൊരു വീട് അല്ലെങ്കിൽ അത്ര ഒരു ലോ കോസ്റ്റിലായിട്ടായിരിക്കും. അല്ലാതെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് 99% അവർക്ക് നല്ല റോഡ് ആക്സസിബിലിറ്റി ഉള്ള നല്ല ട്രിവാൻഡ്രം എന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ വേറൊരു തീമാണ്. അല്ലെങ്കിൽ പത്മനാഭൻ്റെ അതായത് സ്വാമി ക്ഷേത്രമായിട്ട് ബേസ് ചെയ്ത് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയെ ബേസ് ചെയ്ത് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് മതസ്ഥർ ഇപ്പോൾ ഇവിടെ വരുന്ന ട്രിവാൻഡ്രത്ത് വരുന്നതിൽ ഒരു ജാതിയും മതമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജാതിയും മതം എല്ലാവരും നമുക്ക് പ്രോപ്പർട്ടി മേടിക്കാൻ വരുന്നവർ എല്ലാ പേരും വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഒരു എന്താ പറയാൻ ഒരു ജനം അല്ല വരുന്നത്. കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ട്രിവാൻഡ്രത്തൊരു ഭൂമി ആഗ്രഹിക്കാത്ത ആരും കാണില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എടുക്കുന്ന പ്രോപ്പർട്ടി നല്ല പ്രോപ്പർട്ടി, പിന്നെ ഈ ലീഗൽ ഡോക്യുമെൻറ്റ്സ് വ്യക്തമായി ചെക്ക് ചെയ്യണം. നമ്മളിപ്പോൾ ഒരുപാട് പ്രോപ്പർട്ടീസുകളിൽ ലീഗൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എടുക്കുന്ന പ്രോപ്പർട്ടി തീർച്ചയായും നല്ലൊരു അഡ്വക്കേറ്റിനെ വെച്ച് ലീഗൽ വെരിഫിക്കേഷൻ, ഈ ലീഗൽ വെരിഫിക്കേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ചില ആൾക്കാർക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ലാത്തതായിരിക്കും. ഈ ആധാർ എഴുതുന്നവരൊക്കെ ബേസിക്കായിട്ട് ഒന്ന് വായിച്ച് നോക്കിയിട്ടാണ് അവർ ലീഗൽ ചെയ്യുന്നത്. പക്ഷേ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരങ്ങനെ ശീലിച്ചു വന്നതാണ്. പക്ഷേ നമ്മൾ നല്ലൊരു അഡ്വക്കേറ്റിനെ നോക്കി സെലക്ട് ചെയ്ത് അവർക്ക് വലിയ കോസ്റ്റ് ഒന്നുമില്ല ഇപ്പോൾ ലീഗൽ വെരിഫിക്കേഷൻ നന്നായിട്ട്
പ്രോപ്പർട്ടി മേടിക്കുമ്പം അതിൻ്റെ അതിരുകൾ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ടുള്ള ലീഗൽ വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം. ഡിജിറ്റൽ സർവേ ചെയ്ത് അതിൻ്റെ സ്കെച്ച് ഉൾപ്പെടെ ആയിരിക്കണം. ആ സ്കെച്ച് ഉൾപ്പെടെ വെച്ച് തന്നെ പ്രമാണം രജിസ്റ്റർ ചെയ്ത് തന്നെ പോകണം. ഇല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും എന്നതിൽ യാതൊരുവിധ സംശയമില്ല. അപ്പോൾ പ്ലോട്ട് സെലക്ട് ചെയ്യുമ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ ഫ്യൂച്ചറിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഏരിയയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നല്ലൊരു രീതിയിലുള്ള പ്ലോട്ട് സെലക്ഷനിലാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ എത്ര കിട്ടുമെന്നുള്ളത് നമ്മുടെ സെലക്ഷൻ. നമ്മൾ കണ്ണായ സ്ഥലം മേടിച്ചിട്ടാൽ അത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഫ്യൂച്ചറിൽ വിറ്റ് പോകും. നമ്മളെ അന്വേഷിച്ച് നമ്മുടെ വീട്ടിൽ ആൾ വരുന്നൊരു സിറ്റുവേഷൻ. അത്തരത്തിലുള്ള നല്ല ക്വാളിറ്റി പ്രോപ്പർട്ടീസുകൾ മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. പേരൂർക്കടയെക്കുറിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ തെങ്കാശി വഴി ഇൻഡർസ്റ്റേറ്റ് ഹൈവേയുടെ വർക്ക് നടക്കുകയാണ്. ഏകദേശം 1-2 ഇയറിനകത്ത് ഏകദേശം നല്ലൊരു രീതിയിലുള്ള റിട്ടേൺ കിട്ടാവുന്ന ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ്. കഴിഞ്ഞ ഏകദേശം ഞാനൊരു പ്രോപ്പർട്ടി അവിടെ മേടിച്ചപ്പോൾ ഏകദേശം കഴിഞ്ഞ വർഷം മേടിച്ചപ്പോൾ ഏകദേശം 7 ലക്ഷം രൂപയായിരുന്നു. ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇപ്പം വില പറയുന്ന സിറ്റുവേഷനിലേക്കാണ്. ഏകദേശം 1 ഇയറിനകത്ത് തന്നെ നമുക്ക് വരുന്ന റിട്ടേൺ എന്നുള്ളത്. അതുകൊണ്ട് ആ ഏരിയ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ തിരിച്ച് രണ്ടാമത് നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വട്ടിയൂർക്കാവ് ബേസ് എന്ന് പറഞ്ഞാൽ അവിടെ സിവിൽ സ്റ്റേഷൻ, റോഡ് വൈൻഡിങ്, അതുപോലെ തന്നെ അങ്ങോട്ട് ഒരുപാട് ഡെവലപ്പിംഗ് ഏരിയ വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെയും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് കൂടിയാണ് വരുന്നത്. പിന്നെ റിംഗ് റോഡുകൾ ട്രിവാൻഡ്രത്തിൻ്റെ എല്ലാ ബേസ് ചെയ്ത് വരുന്നത് ഔട്ട് സൈഡിലേക്ക് നമുക്ക് ഒരു റീസണബിൾ റേറ്റ് കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രോപ്പർട്ടി സെലക്ട് ചെയ്യാവൂ. അതുപോലെ തന്നെ നമുക്ക് കഴക്കൂട്ടം ബേസ് ചെയ്ത്, കഴക്കൂട്ടത്ത് ഓൾറെഡി ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ബൂമിംഗ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുമ്പോൾ ആ റേറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഹൈ ആയിട്ടുള്ള പ്രൈസ് കൊടുത്ത് മേടിച്ചിട്ട് പിന്നെ ഒന്നും കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇതിന് മുൻപ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യുന്നത് പുതിയ വീടാണോ പഴയ വീടാണോ എന്നുള്ള അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ മുകളിലത്തെ ഐ ബട്ടൺ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ നിങ്ങൾക്ക് റെൻ്റ് ഔട്ടിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിങ്ങൾക്ക് പ്രോപ്പർട്ടി മേടിക്കാനുള്ള എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെൻറ്റിങ്ങിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വോയിസ് ഇട്ടാൽ മതി. വാട്സപ്പിൽ വോയിസ് ഇടുകയോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് വിളിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ സംശയങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സ്റ്റഡി ചെയ്ത് അതിനുള്ള ഒരു ആൻസർ തരുന്നതായിരിക്കും. വരും ദിവസങ്ങളിൽ വ്യത്യസ്തമായ കണ്ടന്റുകളായിട്ട് നമ്മൾ തീർച്ചയായും ഈ ചാനലിൽ വ്യത്യസ്തമായ ഒരുപാട് കണ്ടന്റ് ട്രിവാൻഡ്രത്ത് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിലായാലും റെൻ്റ് ഔട്ടിൻ്റെ ആയാലും പുതിയതോ പഴയതോ അല്ലെങ്കിൽ നമുക്ക് കൺവെർട്ടഡ് ലാൻഡിനെ കുറിച്ചൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഉപയോഗപ്രദമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ.